എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു കർണാടക സ്പെഷ്യൽ നീർ ദോശയാണ്. അതിനായിട്ട് വേണ്ടിയ സാധനങ്ങൾ: ഒരു കപ്പ് 300 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചരി വേണമെങ്കിൽ ഇഡ്ഡലി റൈസ് വേണേലും ഉപയോഗിക്കാം. ഇത് നന്നായി കഴിയുന്നതിന് ശേഷം ഞാനൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടിയത് തേങ്ങയാണ്. ഇതൊരു അരമുറി തേങ്ങ ഉണ്ട്. ഇതിൻ്റെ നീർദോശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്സിയിൽ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് ചുടാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് നമ്മൾ ഇഡ്ഡലി ദോശ പോലെ നമുക്കിത് പൊങ്ങാൻ വെക്കേണ്ടതായിട്ടൊന്നുമില്ല. വളരെ നല്ല സോഫ്റ്റാണ്. വേറെ ഒരു കറി ഇല്ലേ പോലും തന്നെ നമുക്കിത് തന്നെ തിന്നാവുന്നതും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുക്കാം. അതിൻ്റെ കൂടത്തിൽ കുറച്ച് തേങ്ങായും കൂടെ യോജിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. നിരത്തി വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അരയത്തില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ ഇത് നീർ ദോശ എന്ന് പറയുന്നത് ഇച്ചിരി നീരെന്ന് പറഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഇതിന് വെള്ളം വേണം. നല്ല നമ്മുടെ സംഭാരമൊക്കെ പോലെ കുറച്ച് വെള്ളം വേണം. അപ്പം നമുക്ക് ഇതിലോട്ട് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിനി നീർദോശ ഉണ്ടാക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം അതിനായിട്ടോട്ട് ഒരു പാന് വെക്കുക. ഇച്ചിരി കുറച്ച് പഴയ പാനൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ 2 ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര ചൊവ്വാകത്തില്ല. കാരണം ആ ചൂടൊക്കെ അഡ്ജസ്റ്റ് ആയി വെച്ച സമയം എടുക്കും. ഓരോ തവണയും നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരു 2 to 3 മിനിറ്റും കൊണ്ടാകും. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കും ഇതൊക്കെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. കുട്ടികൾക്ക് വളരെ നല്ല മധുരമാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ ദോശ വേണ്ടേലും പറയും. കാരണം അത്രയ്ക്ക് വളരെ നല്ല നൈസാണ്. ഇതിപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊമള പോലെ വന്നത്. നമ്മുടെ കറക്റ്റ് പരുവാണ് നമ്മുടെ ബാറ്റർ. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. നമുക്കിനി ഇത് മൂടി വെക്കാം. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് 3 എണ്ണം വെച്ചിരിക്കുന്നത്. ഇത് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ യോജിപ്പിച്ചാൽ മതി. കാരണം ഇതിപ്പോൾ ഒന്നിനൊന്നിനോട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് പകുതി എല്ലാം കീറിപ്പോവും. കാരണം വളരെ നൈസാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് വളരെ സിമ്പിളാണ്. ശരിക്കും വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്നില്ല, അതുപോലത്തെ തന്നെയാണ്. എനിക്കിതിനൊരു കറിയും വേണ്ട, തന്നെ ആളും കഴിക്കും. കറിക്ക് ഒരു നിർബന്ധവും ഇല്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കറി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറു ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും ഇത് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അടുത്ത നല്ല റെസിപ്പിയാണ് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നല്ല നല്ല റെസിപ്പിയായിട്ട് ഡോണ കിച്ചൺ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.